നമസ്കാരം. 1914 മാർച്ച് 9 കൊല്ലം തേവലങ്കര കണ്ണുവൈദ്യന്മാരുടെ കുടുംബമായ വേട്ടാമ്പള്ളിൽ കുഞ്ഞാക്കണ്ട വൈദ്യന്റെയും നിരണം വറുത്തവള്ളത്ത് മുട്ടുപാട്ടു മറിയാമ്മയുടെയും മകനായി തോട്ടത്ത് വീട്ടിലായിരുന്നു വർഗീസ് വൈദ്യരുടെ ജനനം. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കണ്ണു ചികിത്സ നടത്തിയിരുന്ന കുടുംബമായിരുന്നു അവരുടേത്. ആ നിലയിൽ മഹാരാജാവ് നൽകിയ സ്ഥാനപ്പേരാണ് മാപ്പിളപ്പീട്ട് വൈദ്യർ എന്നത്. പിന്നീട് ആ കുടുംബം ആലപ്പുഴയിലേക്ക് താമസം മാറ്റി. 1923 അവർ ആലപ്പുഴയിൽ കണ്ണു ചികിത്സാ വൈദ്യശാല ആരംഭിച്ചു. ഹൈസ്കൂൾ പഠനത്തിനിടെ രോഗം ബാധിച്ചതിനെ തുടർന്ന് വർഗീസ് വൈദ്യർ പഠനം ഉപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹം വൈദ്യവും സംസ്കൃതവും പഠിച്ചു. അച്ഛനെ സഹായിച്ച് അദ്ദേഹവും പിന്നീട് വൈദ്യനായി മാറി. അവിടെ നിന്ന് കൊച്ചിയിലെത്തിയ അദ്ദേഹം 1932 ഒരു വൈദ്യശാല തുറന്നു. ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നടക്കുന്ന സമയമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സ്റ്റേറ്റ് കോൺഗ്രസിനെ കുറിച്ചും കൂടുതൽ അറിയാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. കൊച്ചിയിൽ വെച്ച് തന്നെ പി കേശവദേവനെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയും പരിചയപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ പാർട്ടിക്ക് രൂപം നൽകി. മുദ്രാവാക്യങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ അവർ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടിച്ചു. അതോടെ അവർ പോലീസിന്റെ നോട്ടപ്പുള്ളികളായി. കേശവദേവും വൈക്കം മുഹമ്മദ് ബഷീറും പിന്നീട് ഒളിവിൽ പോയി. പോലീസ് വർഗീസ് വൈദ്യനെ അറസ്റ്റ് ചെയ്ത് ആലപ്പുഴയിലേക്ക് നാടുകടത്തി. ആലപ്പുഴയിലെത്തിയ വൈദ്യർ മുല്ലക്കലിൽ ഒരു വൈദ്യശാല തുറന്നു. അദ്ദേഹം ആലപ്പുഴയിൽ ആരംഭിച്ച ആ വൈദ്യശാല പിന്നീട് സാംസ്കാരിക പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും എഴുത്തുകാരുടെയും താവളമായി മാറി. അവിടെ വെച്ചാണ് അദ്ദേഹം ടി.വി. തോമസിനെ പരിചയപ്പെടുന്നത്. വൈദ്യരുമായുള്ള ബന്ധം ടി.വി. തോമസിനെ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാക്കി. 1938 ആയതോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് രൂപം കൊണ്ടു. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായതോടെ പോലീസ് വൈദ്യരെ അറസ്റ്റ് ചെയ്തുവെങ്കിലും മഹാരാജാവിന്റെ കാരുണ്യം കൊണ്ട് വെറുതെ വിടുകയായിരുന്നു. 1940 ആയതോടെ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു തുടങ്ങി. അങ്ങനെ വൈദ്യരും കമ്മ്യൂണിസത്തിലേക്ക് ആകൃഷ്ടനായി. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ സജീവമായി. കുട്ടനാട്ടിൽ വൈദ്യരെ കാത്തിരുന്നത് പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങളും കടുത്ത ദാരിദ്ര്യവുമായിരുന്നു. ഈ സമയം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വൈദ്യരുടെ സ്വത്തുക്കൾ പോലീസ് കണ്ടുകിട്ടി. 1952 അദ്ദേഹം വിവാഹിതനായി. ആ നാടിനെ തന്നെ ഞെട്ടിച്ച വിവാഹമായിരുന്നു അത്. വൈദ്യശാല തുടങ്ങാൻ മുറി കൊടുത്ത ആലപ്പുഴയിലെ പ്രമാണിമാരായിരുന്ന പൂപ്പള്ളി കുടുംബത്തിലെ സാറാമയെ വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നു അദ്ദേഹം. ധനികയായ സാറാമയെ വിളിച്ചിറക്കിക്കൊണ്ടു പോകുമ്പോൾ വൈദ്യർ പരമദരിദ്രനായിരുന്നു. പിന്നെ പാർട്ടിയിൽ നിന്ന് നീണ്ട അവധിയെടുത്ത് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ദാരിദ്ര്യാവസ്ഥ അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. അദ്ദേഹം പിന്നീട് ചെറിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. കടൽഭിത്തി നിർമ്മാണവും മറ്റു ചില കോൺട്രാക്ട് വർക്കുകളും ഏറ്റെടുത്തു തുടങ്ങിയ വർഗീസ് വൈദ്യന്റെ സാമ്പത്തിക സ്ഥിതി പതുക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. തുടർന്ന് തോട്ടപ്പള്ളിയിൽ സ്ഥലം വാങ്ങി അദ്ദേഹവും കുടുംബവും അങ്ങോട്ടേക്ക് താമസം മാറ്റി. അവധി കഴിഞ്ഞെത്തിയ വർഗീസ് വൈദ്യനെ പാർട്ടി വേണ്ടത്ര പരിഗണിച്ചില്ല. പുതുതായി വന്ന പാർട്ടി അണികളായിരുന്നു അദ്ദേഹത്തെ അകറ്റി നിർത്തിയത്. എങ്കിലും തുടക്കകാല കമ്മ്യൂണിസ്റ്റ് സംഘാടകൻ എന്ന നിലയിലും പാർട്ടിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും കണക്കിലെടുത്ത് 1980-83 കാലഘട്ടത്തിൽ നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാനായി പാർട്ടി അദ്ദേഹത്തെ നിയമിച്ചു. പിന്നീട് വർഗീസ് വൈദ്യന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും വന്നു. കാലം കടന്നുപോയപ്പോൾ ടി.വി. തോമസും കെ.ആർ. ഗൗരിയമ്മ മന്ത്രിമാരാകുകയും കേരള രാഷ്ട്രീയത്തിൽ പലവിധ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയും ചെയ്തു. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ടി.വി. തോമസ് ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത മന്ത്രിയായി. ആദ്യ മന്ത്രിസഭയിലെ തന്നെ റവന്യൂ മന്ത്രിയായിരുന്നു കെ.ആർ. ഗൗരിയമ്മ. ടി.വി. തോമസ് കെ.ആർ. ഗൗരിയമ്മയെ വിവാഹം ചെയ്തു. പക്ഷേ നിയമപരമായി ടി.വി. തോമസിന് മറ്റൊരു ഭാര്യയും മകനും ഉണ്ടായിരുന്നു. അവരെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഗൗരിയമ്മയെ അദ്ദേഹം വിവാഹം ചെയ്തത്. 1964 പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം CPI-യിൽ ചേരുകയും ഗൗരിയമ്മ CPM-ൽ പ്രവർത്തനം തുടരുകയും ചെയ്തു. അതൊക്കെ കാലം അടയാളപ്പെടുത്തിയ രാഷ്ട്രീയ നാടകങ്ങളായി കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഗീസ് വൈദ്യന്റെ മകനായിരുന്നു പ്രശസ്ത എഴുത്തുകാരനായ ചെറിയാൻ കൽപ്പകവാടി. അച്ഛനിൽ നിന്ന് വീരോചിതമായ വിപ്ലവ കഥകൾ കേട്ട് വളർന്ന ആളായിരുന്നു അദ്ദേഹം. അച്ഛൻ പറഞ്ഞുകൊടുത്ത ടി.വി. തോമസിന്റെയും ഗൗരിയമ്മയുടെയും വീരകഥകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാതെ കിടന്നു. രാഷ്ട്രീയം പശ്ചാത്തലമാക്കി ഒരു സിനിമ ചെയ്യണമെന്ന് വേണു നാഗവള്ളി അഭിപ്രായം പറഞ്ഞപ്പോൾ ചെറിയാൻ തന്റെ അപ്പന്റെ ജീവിതത്തിന്റെ ത്രെഡ് പറഞ്ഞു കേൾപ്പിച്ചു. അതും ഒരു 1 ലൈൻ. ആ 1 ലൈൻ ഇഷ്ടമായ വേണു നാഗവള്ളി അതൊന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാൻ ചെറിയാനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുത്തഴിഞ്ഞു കിടന്ന വർഗീസ് വൈദ്യന്റെയും ടി.വി. തോമസിന്റെയും ഗൗരിയമ്മയുടെയും ജീവിതയാത്രകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയെടുത്തു. സിനിമയ്ക്ക് വേണ്ടി ചെറിയ മാറ്റങ്ങൾ വരുത്തിയതല്ലാതെ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തില്ല. അങ്ങനെ വർഗീസ് വൈദ്യർ നെട്ടൂർ സ്റ്റീഫനായും ടി.വി. തോമസ് DK ആന്റണിയായും ഗൗരിയമ്മ സേതുലക്ഷ്മിയായും പുനർജനിച്ചു. ONV-യുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്നു. ചെറിയാൻ കൽപ്പകവാടിയുടെ കഥയ്ക്ക് വേണു നാഗവള്ളി തിരക്കഥ തയ്യാറാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് KRG എന്റർപ്രൈസസിന് വേണ്ടി KR ഗംഗാധരൻ നിർമ്മിച്ച് മോഹൻലാലും മുരളിയും ഗീതയും ജഗദീഷ് ശ്രീകുമാറും ഉർവശിയും രേഖയും നെടുമുടി വേണുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച KRG ഫിലിംസിന്റെ 1990 ഡിസംബർ 20 വ്യാഴാഴ്ച റിലീസ് ചെയ്ത 147 മിനിറ്റുകളുള്ള ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ലാൽ സലാം.